നിക്കാഹിന് വേണ്ടിയിട്ട് പള്ളിയിൽ ഉസ്താദുമാരെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിക്കാഹിന് കല്യാണത്തിന് ഫോട്ടോഗ്രാഫി ഉണ്ടോ, ഫോട്ടോ എടുക്കുമോ? അപ്പോൾ ആരെങ്കിലും പറയും കുട്ടീൻ്റെ അപ്പ ദുബായിലാണ്, അപ്പോൾ നിക്കാഹ് നടക്കണമെന്ന് ഫോട്ടോ എടുക്കണം, എന്നാൽ ഞങ്ങൾ വരൂല കേട്ടോ പള്ളിയിൽ നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ സ്റ്റിൽ ക്യാമറ വേറെ രക്ഷയൊന്നും ഇല്ലാതില്ലാണ്ട് മുന്നോട്ട് പോകില്ല എന്നായപ്പോൾ അപ്പോഴത്തേക്ക് വീഡിയോ ക്യാമറയുടെ കാലം വന്നു. അപ്പോൾ പിന്നെ ചോദ്യം, വീഡിയോ ക്യാമറ ഉണ്ടോ, എന്നാൽ മൗലിയർ വരൂല, പള്ളിക്കന്ന് നിക്കാഹ് തരൂല. ഇങ്ങനെ എല്ലാത്തിനെയും എതിർക്കും. പിന്നെ വിശ്വാസികൾ എന്താ വെച്ചാൽ മൗലിയന്മാർ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് പോകും, വിശ്വാസികൾ വരുന്നതൊക്കെ കയ്യിൽ നീട്ടി സ്വീകരിച്ച് അവരവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ വിശ്വാസികൾ ഭൂരിപക്ഷം പേരും ഫോട്ടോ എടുക്കുന്നവരും എല്ലാ വീട്ടിലും വീഡിയോ ക്യാമറ ആയപ്പോൾ മൗലിയന്മാർക്ക് പിന്നെ ആ ചോദ്യം പറച്ചില്ല, നിബന്ധനയൊക്കെ ഒഴിവായി. അപ്പോൾ മൗലിയർക്കും ഹാപ്പിയാണ്. മൗലിയർ നിക്കാഹ് ചെല്ലുമ്പോൾ വീഡിയോ ക്യാമറ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഒരു എക്സ്ട്രാ പുട്ടി പൗഡറൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ മൗലിയന്മാർ പോവാം. നല്ല റാഡോ വാച്ചൊക്കെ കെട്ടി നല്ല മിനിങ്ങിയിട്ട് തന്നെ പോകും. കാരണം വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ എടുക്കുമ്പം നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന മൗലിയർ നല്ല പത്രാസിൽ ഇരിക്കണ്ടേ എന്ന് മാത്രമല്ല, ഇപ്പോൾ കംപ്ലീറ്റ് പരിപാടികൾ വീഡിയോ എടുക്കുന്നുണ്ട്, ഷൂട്ട് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ലൈവ് പോകുന്നുണ്ട്.